ശരിക്കും എന്ത് ഭംഗിയല്ലേ. സാധാരണ ദിവസം ഒരു പ്രത്യേകതയും തോന്നാത്ത സാധാരണ ചെടികൾ, ആ ചെടികളിലൊക്കെ ഇങ്ങനെ കളർ ബൾബ് ഇട്ട് ഇത്രയും മാറ്റം വരുമെന്ന് ആരറിഞ്ഞു. ഈ ചെടിയൊക്കെ ഇതൊക്കെ ശരിക്കും അവർ ഉണ്ടാക്കി വെച്ചതാട്ടോ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു ഡിവൈൻ ഫീൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഇന്നലെ സുധൻ എങ്ങനെയോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോൾ ഇതേമാതിരി ഇതിനുള്ളിൽ, കോളേജിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സുധൻ്റെ ഫ്രണ്ട് നീലിൻ്റെ അമ്മ ഇവിടെ പ്രൊഫസറാണ്. അപ്പം അവരുടെ കെയർ ഓഫിലാണെന്ന് തോന്നുന്നു. അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാം ഉള്ളിലും ഉണ്ട് ഡെക്കറേഷൻസ് എന്നൊക്കെ പറയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചാടിത്തുള്ളി നടക്കുകയാണ്, സഞ്ജയും സുധനും കേട്ടോ. ഭയങ്കര രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു അത്. ശരിക്കും ഒരു നടന്നു പോകാമെന്ന് പറഞ്ഞത് വളരെ നന്നായി. നടന്നു പോകുമ്പോഴാണ് നമ്മളിങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക. ശരിക്കും മഴത്തുള്ളികൾ പോലെ നിറങ്ങൾ, എന്ത് ഭംഗി. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമേസിങ് ആണ്. എനിക്ക് ശരിക്കും നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ത് നല്ലതാ, എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ഐഡിയാസാണ് വരുന്നത്. എന്തൊക്കെ ഭംഗിയിലാണ് അവർ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓരോ ക്രിസ്മസ് ട്രീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും. സോ ഞാൻ ഇവന്മാരോട് രണ്ടുപേരോടും സ്റ്റൈലായിട്ട് നടന്നു വരാൻ പറഞ്ഞപ്പം നടന്നു വന്നതാണ് കേട്ടോ. അവരിതിങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നേരെ മീനാക്ഷി മോളാണല്ലോ. നമ്മളൊരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്മസ് ഈവ് ആയത് കാരണം സീക്രട്ട് സാന്ത കളിക്കാൻ പോവാണ് ഞങ്ങൾ 6 പേരും കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആരോടും പറയരുത്. എല്ലാവർക്കും 15 മിനിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ നമ്മുടെ മീനാക്ഷി മോളിലുള്ള ഏത് കടയിൽ വേണമെങ്കിലും പോകാം. അപ്പം ഞങ്ങൾ പറഞ്ഞു കുറേ കടകളിൽ നോക്കണേക്കാൾ ഇവിടെ സപ്ന എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ ആരോട് പറയരുത് എന്ത് ഗിഫ്റ്റാണ് വാങ്ങണേന്നൊന്നും. അങ്ങനെ ഞങ്ങൾ 4 പേരും പോയി. 6 പേര്. ഞങ്ങൾ 6 പേരും പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി. അവിടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് റാപ്പ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളും. അയ്യോ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അധികം സമയം ഉണ്ടായിരുന്നില്ല. വിത്തിൻ 15 മിനിറ്റ്സിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ബില്ലും കൊടുത്തിട്ട് വരണം. ഇപ്പോൾ സഞ്ജയും സുധനും അവരുടെ പോക്കറ്റ് മണിയൊക്കെ എടുത്തിട്ടാണ് ഗിഫ്റ്റ് വാങ്ങാൻ പോയത് കേട്ടോ. അതും ഒരു 300 റുപ്പീസിന് താഴെ വരുന്ന ഗിഫ്റ്റേ വാങ്ങാൻ പാടുള്ളൂ, അതിൽ കൂടുതലൊന്നും ചിലവാക്കരുത്. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു. അതിൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോയും ചെയ്യാം. പിന്നെ എന്നെ സഞ്ജയ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എൻ്റെ അമ്മ ഫുള്ളി ഇരുട്ടാണെങ്കിലും നിറയെ ഡെഡ് ബോഡീസ് കേട്ടോ. ഇത്രയും പേടിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. പേടിച്ചിട്ട് കരഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അയ്യോ ഭയങ്കര സ്കെയറി.